ചെമ്പനാക്കോട് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്ര ട്രസ്റ്റിന്റെ 35ാം വാർഷിക മഹോത്സവത്തിനും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും വെള്ളിയാഴ്ച തുടക്കമാകും. പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം നിർവഹിക്കും. ഫെബ്രുവരി 4 ബുധനാഴ്ച വരെ ഉത്സവം നീണ്ടു നിൽക്കും. ഉദ്ഘാടനത്തിനു ശേഷം ശ്രീമദ് ഭാഗവത പാരായണം നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി നടക്കുന്നത്. ഞാൻ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. സ്വരൂപ് എന്നാണ് പേര്. ഞാൻ വട്ടൂർക്കാവിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഈ കോവിലിൽ നിന്നുള്ള വിശ്വാസം, സ്വാമിയുടെ അടുത്തുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. ഈ ഉത്സവത്തിൽ ഈ ഉത്സവ കമ്മിറ്റിയുടെയും ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത്. അപ്പം നല്ലവരായ എല്ലാ നാട്ടുകാരും ഈ ഉത്സവത്തിനോട് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ചെമ്പനാകോട് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഉത്സവവും ഇപ്രാവശ്യം സപ്താഹത്തോടുകൂടി ഉത്സവം നടത്താൻ ഇവിടെ സ്വാമിജി തീരുമാനിച്ചതനുസരിച്ച് 14 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. അതിൽ 7 ദിവസം സപ്താഹവും 7 ദിവസം കൊടിയേറ്റും, സാധാരണ നടക്കുന്ന കൊടിയേറ്റും ഉത്സവവുമാണ്. ഇതിൽ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. സപ്താഹം വൻ വിജയമാക്കി തീർക്കണമെന്നാണ് ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്. ചെമ്പനാകോട് ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ 9ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നാളെ സമാരംഭിക്കുകയാണ്. നാളെ മുതൽ ആരംഭിച്ച് 29-ാം തീയതി സമാപിക്കുകയും അന്ന് വൈകുന്നേരം 35ാമത് വാർഷികം പ്രമാണിച്ചുള്ള തൃക്കൊടിയേറ്റ് കർമ്മവും നിർവഹിക്കുകയാണ്. ചെമ്മനാകോടിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രവും ആശ്രമവും വന്നതിന് ശേഷം നാടിന് ഒരുപാട് പുരോഗതികളും വരുന്ന ഭക്തജനങ്ങൾക്ക് അഭീഷ്ട കാര്യങ്ങളും സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനമനസ്സുകളിൽ എത്തിക്കുന്നതിലേക്കും ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. കല്ലയം ഹരിനന്ദനത്തിൽ നാരായണൻ പോറ്റി അവറുകളാണ് ഇവിടുത്തെ മുഖ്യ കാര്യദർശിയായിട്ട് തന്ത്രി സ്ഥാനം വഹിക്കുന്നത്. സപ്താഹത്തിൻ്റെ ജ്ഞാനയജ്ഞാചാര്യനായ അമ്പലപ്പുഴ സുകുമാരൻ നായർ അവറുകളുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹ യജ്ഞം നടക്കുന്നത്. 3-ാം